എൻ.സി.പിയിലെ അവസാന നിമിഷത്തിലെ നാടകീയ നീക്കങ്ങൾക്ക് പിന്നിലെ ദുരൂഹത വിട്ടുമാറുന്നില്ല. പി.സി. ചാക്കോയുടെ രാജിക്ക് പിന്നിൽ സി.പി.എമ്മിന് പങ്കുണ്ട് എന്ന അഭ്യൂഹങ്ങളും ശക്തിയാർജിക്കുകയാണ്. ചാക്കോ അധ്യക്ഷനായി തുടർന്നുവെങ്കിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പാർട്ടി വിടുമായിരുന്നു എന്ന അഭ്യൂഹവും അന്തരീക്ഷത്തിലുണ്ട്. പി.സി. ചാക്കോ രാജിവെച്ച ഒഴിവിൽ എൻ.സി.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ച് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഈ നിർദ്ദേശം അറിയിച്ച് ഇമെയിൽ സന്ദേശവും അയച്ചിരുന്നു. നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചുമതല ഏറ്റെടുക്കുമെന്ന നിലപാടിലാണ് തോമസ് കെ തോമസും ഉണ്ടായിരുന്നത്. ഇതോടെ എൻ.സി.പി കേരള ഘടകത്തിൽ ചാക്കോയുടെ നില ദുർബലമാവുകയായിരുന്നു. തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തുവെങ്കിലും ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനമാവും അംഗീകരിക്കുക എന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. ഇക്കാര്യം തോമസിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന പാർട്ടിയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ രമ്യമായി പരിഹരിച്ചു പോവുക എന്നതാണ് എ.കെ. ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാടായിരുന്നത്. സി.പി.എമ്മും ഇത് തന്നെയാണ് ആഗ്രഹിച്ചതും. ചാക്കോയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടതുപക്ഷത്തിന് സ്ഥാനമുണ്ടാകുന്നില്ല എന്ന് തന്നെയായിരുന്നു സി.പി.എമ്മിന്റെ നിലപാട്. എ.കെ. ശശീന്ദ്രൻ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്നും അങ്ങനെ ഏലത്തൂർ സീറ്റ് ഒഴിവ് വന്നാലും പി.സി. ചാക്കോയെ അവിടെ സി.പി.എം മത്സരിപ്പിക്കില്ല എന്നും സമ്മർദ്ദമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടിയാണ് ചാക്കോ രാജിവെക്കുന്നതും. ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ യുക്തിപരമായ തീരുമാനമെന്ന് തോമസ് കെ തോമസ് പക്ഷവും കരുതുന്നുണ്ട്. എന്നാൽ മന്ത്രിമാറ്റ ആവശ്യവുമായി തനിക്കൊപ്പം നിന്നിട്ട് അവസാന നിമിഷത്തിൽ മറുകണ്ഠം ചാടിയ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നത് തടയാൻ ചാക്കോയും ശ്രമിക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു ചില നേതാക്കളുടെ പേര് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും ഏറെയാണ്. പവാഡിലുള്ള ചാക്കോയുടെ സ്വാധീനമനുസരിച്ചാവും ആ തീരുമാനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാനാണ് നിലവിലെ നീക്കം. എന്നാൽ ശശീന്ദ്രനെ അവഗണിക്കാൻ ശരത് പവാറിന് കഴിയാത്ത സാഹചര്യവുമുണ്ട്. LDF-ൽ ശശീന്ദ്രനുള്ള സ്വീകാര്യതയും മുഖ്യമന്ത്രിക്ക് അദ്ദേഹമായുള്ള അനുഭാവവും കണ്ടില്ല എന്ന് നടിക്കാനുമാവില്ല. താമസിയാതെ തന്നെ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോയുടെ പ്രസംഗം പുറത്തു വന്ന സാഹചര്യം പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് തെളിവ് തന്നെയാണ്. മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ചാക്കോയുടെ വിമർശനം. കുടുക്കി കൊള്ളും വിധം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ തനിക്ക് അറിയാമെന്ന് പി.സി. ചാക്കോ എൻ.സി.പി തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇത് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു. എൻ.സി.പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കുറെ നാളുകളായി വലിയ തോതിൽ വിഭാഗീയത നിഴലിക്കുന്നുമുണ്ട്. മന്ത്രിമാറ്റത്തിന് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുടുക്കിക്കൊള്ളുന്ന വിധം തനിക്ക് സംസാരിക്കാൻ അറിയാമെന്നായിരുന്നു പി.സി. ചാക്കോ പറഞ്ഞിരുന്നത്. ശേഷമുണ്ടായ നാടകീയ നീക്കങ്ങളിൽ സ്വാഭാവികമായും സി.പി.എം സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല തോമസ് കെ തോമസിന്റെ നീക്കം അധികാരം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നും ചാക്കോ പക്ഷത്ത് നിന്ന് വിമർശനമുണ്ട്. തോമസ് കെ തോമസിനും ഇടതുപക്ഷത്ത് നിൽക്കാനാണ് താല്പര്യം. ഇത് മനസ്സിലാക്കി തന്നെയാണ് എൻ.സി.പിയിലെ പിളർപ്പ് ഒഴിവാക്കാനായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെട്ടത്. പവാറിന്റെ അനുമതിയോടെയാണ് ചാക്കോയുടെ രാജി. എന്നാൽ ശശീന്ദ്രന്റെ നീക്കത്തിന് തടയിട്ട് തോമസ് കെ തോമസിന് പകരം പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള നീക്കം ചാക്കോ പക്ഷത്ത് ശക്തവുമാണ്. എന്താണ് പി.സി. ചാക്കോയുടെ അടുത്ത നീക്കമെന്നതിൽ വലിയ ആശങ്ക മറുപക്ഷത്തിനുമുണ്ട്. പുതിയ അധ്യക്ഷനെ പവാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഔദ്യോഗികമായ പ്രതികരണം. അത് ആരായിരിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതുമുണ്ട്.